നമസ്കാരം. ഇന്ന് ഞങ്ങൾ അമൃത്സർ പഞ്ചാബ് എന്ന സ്ഥലത്ത്, പഞ്ചാബിലെ അമൃത്സർ എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഏകദേശം ഉച്ച കഴിഞ്ഞൊരു 3 മണിയോടുകൂടി ഞങ്ങൾ ഇവിടെ ഇറങ്ങി. സുഖമായിട്ടുള്ള യാത്രയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷ എടുത്ത് അപ്പോൾ തന്നെ ഞങ്ങൾ റൂമിലേക്ക് എത്തി. റൂമിലേക്ക് പോയി അവിടെ ചെന്ന് ഞങ്ങൾ റൂം കയറി, അതായത് സാധനങ്ങളൊക്കെ വെച്ചു. സന്തോഷമായിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഇരിക്കുകയാണ്. രാത്രിയായിപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗോൾഡൻ ടെമ്പിൾ. അപ്പോൾ ഗോൾഡൻ ടെമ്പിൾ ഒന്ന് കാണാമെന്ന് ഓർത്ത് ഞങ്ങൾ ഇറങ്ങി. രാത്രി സമയത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. രാത്രി സമയത്ത് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ പരിസരത്ത് കൂടി നടക്കുന്ന ഭാഗമാണ്. നല്ല തിരക്കുള്ള സമയമാണ്. എപ്പോഴും ഇവിടെ തിരക്കാണ്, പക്ഷേ എന്നാലും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി സമയങ്ങളിൽ കുറച്ച് ഭംഗിയാണ്. ഗോൾഡൻ ടെമ്പിളിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ ആ പരിസരങ്ങൾ കംപ്ലീറ്റ് വീക്ഷിച്ച് കഴിയുമ്പോൾ ഈ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റയടിക്ക് കാണാൻ പറ്റില്ല ഗോൾഡൻ ടെമ്പിൾ ഇരിക്കുന്നത്. ഒരു ചുറ്റും അവരുടെ അമ്പലങ്ങളും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഇതുള്ള കാരണം നമ്മൾ എൻട്രൻസ് കാല് കഴുകി ചെരുപ്പ് മാറ്റി ഷൂവും കാര്യങ്ങളും നമ്മളെ സോക്സും കാര്യങ്ങളൊക്കെ ഊരി വെച്ച് കയറി വരുന്ന വഴിക്കൊരു കാല് കഴുകുന്ന ചെറിയൊരു തോട് പോലെ സ്ഥലമുണ്ട്. അവിടെ കാല് കഴുകിയതിന് ശേഷം മാത്രമാണ് കയറ്റി വിടുള്ളൂ. പിന്നെ അവരെ ഒരു തലയിൽ വയ്ക്കാൻ വേണ്ടി ഒരു ചെറിയ തുണിയുണ്ട്, അവരെ മറ്റേ ഓറഞ്ച് കളറിലുള്ള. അത് ആവശ്യമുള്ളവർക്ക്, നിർബന്ധമില്ല, ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. അത് കെട്ടിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കയറാം. സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറും. ഉള്ളിലേക്ക് കയറിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു തടാകമാണ്. തടാകത്തിൻ്റെ ഏകദേശം നടുക്കിലായിട്ടാണ് ഗോൾഡൻ ടെമ്പിൾ ഇരിക്കുന്നത്. നല്ല ദീപാലങ്കാരം ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ രാത്രി സമയങ്ങളിൽ. ഒരു സൈഡിൽ കൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മാത്രമേ എൻട്രൻസ് ഉള്ളിലേക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചുറ്റുമുള്ള ഈ തടാകത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് ആ ഭാഗം വന്നതിന് ശേഷമാണ് കയറാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആ ഭാഗത്ത് മാത്രം നമുക്ക് ക്യാമറ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം മാത്രം ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റും. ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും പരിസരത്തു നിന്നൊക്കെ ഉള്ള ഭാഗങ്ങളാണ് കാണുന്നത്. പിന്നെ നമുക്ക് അവിടുത്തെ ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഏത് സമയവും അവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നും കണ്ടിട്ട് ഭയങ്കര ശരിക്കും ഒരു ടൂറിസ്റ്റിൻ്റെ മെയിൻ ഒരു ഏരിയയാണ് അവിടെ. നമ്മൾ പഞ്ചാബ് അമൃത്സർ ഈ മെയിൻ കാണുന്ന ഈ സ്ഥലങ്ങൾ കംപ്ലീറ്റ് കാണാൻ ഇഷ്ടംപോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വരുന്ന ആളുകൾക്ക് കംപ്ലീറ്റ് ഉള്ളിലെ ഒരു ഭാഗത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷണം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10,000-3000 പേരിൽ മുകളിൽ ഇരിക്കാവുന്ന വലിയ ഹാള്, താഴെ മുകളിലും കൂടി 6,000-7,000 പേർക്ക് ഒരേ ടൈമിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ടൈമാണ്. അപ്പോൾ താഴെ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ വിരിച്ചേക്കാണ്. വിരിച്ചിട്ട് അതിൻ്റെ ആ വിരിയുടെ മുകളിൽ ചെന്നിരിക്കുക. അപ്പോൾ തന്നെ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ചപ്പാത്തി, പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആവശ്യമുള്ളത് മേടിക്കാം. മറ്റേ റൈസ് ഉണ്ട്, ഒരു പ്രത്യേക റൈസാണ്. ചോറെന്ന് ഒരു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ അരിയിട്ട് കൂടെ വെള്ളം ഒരു മറ്റേ മെഷീനിൽ ഇങ്ങനെ ഓടിച്ചിട്ടിരിക്കുകയാണ്. അത് കയ്യിൽ പിച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഗ്ലാസിൻ്റെ സൈഡിൽ നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് പാത്രങ്ങളും വെള്ളം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് മേടിച്ചിട്ട് വേണം ഉള്ളിൽ പോയിരിക്കാൻ. ചെന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ വലിയ താമസമൊന്നുമില്ല. അപ്പം തന്നെ സാധനങ്ങൾ വന്നു, ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് എന്തുമാത്രം വേണമെങ്കിൽ കഴിച്ചാലും കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും തരും. അവിടെ നിന്ന് ഇറങ്ങി അപ്പം തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കയറിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പാത്രം മേടിക്കാൻ ഒരാൾ, ഗ്ലാസ് മേടിക്കാൻ മറ്റേ വെള്ളം കുടിക്കുന്ന സാധനം മേടിക്കുന്ന ഒരാൾ, സ്പൂൺ മേടിക്കുന്ന ഒരാൾ, ഇതൊക്കെ ഓരോ സൈഡിലേക്ക് ഇങ്ങനെ വന്നു. അപ്പം തന്നെ വേറെ പാർട്ടിക്ക് കൊടുത്ത് അവർ കഴുകേണ്ടിയിരിക്കുന്നു. അവിടെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ചപ്പാത്തി കൈകൊണ്ട് പരുത്തേണ്ടിയിരിക്കുകയാണ്. കൈയിൻ്റെ പരുത്തുന്നവർ നിറച്ച് അവിടെയുള്ള അത് എന്താ അത് അവർ ഓരോരുത്തരും ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ്. പൈസ കൊടുത്ത് നിർത്തുന്ന പണിക്കാരല്ല.
പലരും അവിടെ വന്നിട്ട് അത് ചെയ്തു കൊടുക്കണം. അപ്പുറത്തെ സൈഡിൽ ഉള്ളി കട്ടിയിൽ, പച്ചക്കറികൾ കട്ടിയിൽ വേറെ ഒരു ഇന്ന ഏരിയ കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടും. ഇത്ര ഒരു ഏരിയയിൽ ഇരുന്ന ആളുകൾ ചെയ്തിട്ടിരിക്കുകയാണ്. അത് ലക്ഷക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുകയാണ് അവിടെ. ഓരോ ദിവസങ്ങളും ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എത്രമാത്രം ആളുകളാണെന്നറിയാം ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ഇതിന് ഒരു സൈഡിൽ വരുമ്പോൾ ഒരു മരം നിൽപ്പുണ്ട്. ആ മരത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത്രയും ആളുകൾ അവിടെ കുളിക്കുന്നു. അവിടെ ഇതിനകത്ത് പ്രത്യേകം വഴിപാടുകളനുസരിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തൊഴുത് മറ്റേ പ്രാർത്ഥിച്ചൊക്കെ പോരുന്ന ഒരു ഏരിയയാണ്. ആ ഒരു മരത്തെപ്പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പണ്ട് ഏതോ ഒരു സമയത്തുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു ചെറിയ കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അമ്മ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പാല് കൊടുക്കാൻ വേണ്ടി മറ്റേ നോക്കിയപ്പോൾ കൊച്ചു ഇതിനോട് ചുറ്റും കിടന്ന് ഓടി ലാസ്റ്റ് ഈ മരത്തിൻ്റെ അവിടെ വന്നപ്പോൾ അവിടെ നിന്നിരുന്ന ഒരു ആള്, അതിന് പേരൊന്നും അറിയില്ല, അവിടെ അതിനകത്ത് ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ട് അമ്മയുടെ ശല്യം കൊണ്ട് കൊച്ചിന് പാല് കൊടുപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ആ കൊച്ചിനെ അപ്പം തന്നെ ഒരു വയസ്സായ സന്യാസിയെ മാറ്റി. അതാണ് അവിടുത്തെ സ്റ്റോറി. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്മ തിരിച്ചു വന്നപ്പോൾ ഈ കൊച്ചിനെ കാണാനില്ല, നോക്കിയപ്പോൾ വലിയൊരു സന്യാസിയാണ് അവരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോറിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളാണ് അവിടെ ശരിക്കും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോറികൾ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ബാക്കിലേക്ക് കയറി മുകളിലേക്ക് വന്നു. പിന്നെ അവിടെ ഫ്രണ്ടിൽ കുറച്ച് ഫൗണ്ടനും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും, പിന്നെ കുറേ കച്ചവടക്കാരാണ് മെയിൻ. നമ്മളെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഐറ്റംസ് കംപ്ലീറ്റ് കച്ചവടക്കാരാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ അതൊക്കെയുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല അവിടെ. പ്രത്യേകിച്ച് ഒത്തിരി ആളുകൾ വന്നും പോയിട്ടിരിക്കുന്ന ഒരു ഏരിയ. ഓക്കെ, ഞങ്ങൾ അപ്പോൾ ഗോൾഡൻ ടെമ്പിൾ കംപ്ലീറ്റ് കണ്ട് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഗോൾഡൻ ടെമ്പിളിന്റെ ഉള്ളിൽ കയറിയിട്ട് പിടിക്കാൻ പറ്റുന്ന അത്ര പിടിച്ചിട്ടുണ്ട്. പിന്നെന്താ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം കൊണ്ട് അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. ഒക്കെ വളരെ സൂപ്പറായിട്ട് കണ്ടു ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ദിവസം. ഓക്കെ, ബൈ. ഇന്ന് ഞങ്ങള് 3-ാം ദിവസമാണ് മിക്സറില്. ഇന്ന് ജാലിയൻ വാലാബാഗ് കാണാന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി രാവിലെ തന്നെ പോന്നു. ഇവിടെ ഒരു നല്ലൊരു ഏരിയ, ഈ സംഭവം നടന്ന ഏരിയനെ അവര് നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ ഉള്ളിലൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, അതും നമ്മളൊന്ന് കണ്ടിട്ട് ഞങ്ങള് പറയാം. അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതിന്റെ ഒരു ഉള്ളടക്കം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞങ്ങൾ ഉള്ളിലിറങ്ങിയിട്ട് ആ സ്ഥലങ്ങളെല്ലാം നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ഒരു കിണർ കാണിച്ചു തരാം. ആളുകൾ ചാടി, ആളുകൾ ആ സമയത്ത് ചാടി രക്ഷപ്പെടാൻ വേണ്ടി ചാടിയ കിണറാണ്. വലിയ കിണറാണ്, നല്ല ആഴമുണ്ട്, വലിയ വലിപ്പത്തിലുള്ള കിണറാണ്. പക്ഷേ കംപ്ലീറ്റ് ഗ്ലാസ് കൊണ്ട് ഫ്രെയിം ചെയ്ത് വെച്ച കാരണം ഉള്ളിലേക്കൊന്നും അടുക്കാൻ പറ്റില്ല. കിണറിൻ്റെ ഒരു ഭാഗം വരെ കാണാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടി ഇതിലേക്ക് എടുത്ത് ചാടി. പക്ഷെ അവരെല്ലാവരും മരിച്ചു എന്നാ പറയുന്നത്. കംപ്ലീറ്റ് ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. അതിന്റെ പുറത്ത് നിന്നിട്ടാണ് ആളുകൾ കാണുന്നത്. There was really a meeting. The right thing was to open fire straight away. Yes, I made up my mind. It was only wondering when the actual time. റൗലത്ത് ആക്ടിന്റെ വിധി പ്രഖ്യാപിച്ചതാണ് ജഡ്ജി വിധി പ്രഖ്യാപിച്ചതാണ്. നമ്മളിപ്പോൾ ഈ ഇംഗ്ലീഷിൽ അവിടെ ഒരു ഇതായിട്ട് വെച്ചിട്ടുണ്ട്, TV-യിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. അത് നമ്മൾ പിടിച്ചെടുത്തേക്കുന്നതാണ്. അത് ആ വിധി പ്രഖ്യാപനമാണ് കാണിക്കുന്നത് കേട്ടോ.